ശരീരത്തിന് ആവശ്യമായ എല്ലാത്തരം പോഷകങ്ങളും ശരിയായ അളവിൽ അടങ്ങിയ ആഹാരമാണ് സമീകൃതാഹാരം. കൂടിയ അളവിൽ ആവശ്യമായ പോഷകങ്ങളും കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമായ പോഷകങ്ങളുമുണ്ട്. കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകം, ലിപ്പിഡ് അഥവാ കൊഴുപ്പ്, പ്രോട്ടീൻ അഥവാ മാംസ്യം എന്നിവയാണ് ആദ്യ വിഭാഗത്തിൽപ്പെട്ട പോഷകങ്ങൾ, അതായത് കൂടിയ അളവിൽ ആവശ്യമായ പോഷകങ്ങൾ. വിവിധ തരം വിറ്റമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള പോഷകങ്ങളാണ്. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന അറിവ് പ്രോട്ടീനുകളെക്കുറിച്ചാണ്. ആദ്യം തന്നെ പ്രോട്ടീൻ എന്ന വാക്ക് വന്ന വഴി നോക്കാം. 1838 ജെറാൾഡ് മൾഡർ എന്ന രസതന്ത്രജ്ഞനാണ് പ്രോട്ടീനുകളുടെ രാസഘടനയെക്കുറിച്ച് ആദ്യമായി വിശദീകരിച്ചത്. സുഹൃത്തും സ്വീഡനിലെ രസതന്ത്രജ്ഞനുമായിരുന്ന ജോൺസ് ബെർസേലിയസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ജൈവ പദാർത്ഥത്തിന് മൾഡർ പ്രോട്ടീൻ എന്ന പേര് സ്വീകരിച്ചത്. അതുകൊണ്ട് പ്രോട്ടീൻ എന്ന പേരിൻ്റെ സ്രഷ്ടാവ് ജോൺസ് ബെർസേലിയസ് ആണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന അർത്ഥമുള്ള പ്രോട്ടിയോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടായത്. ശരീരത്തിൻ്റെ വിവിധ ഇനം പ്രവർത്തനങ്ങൾക്ക് പ്രോട്ടീനുകൾ അത്യന്താപേക്ഷിതമാണ്. ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രോട്ടീനുകളെ ഏറ്റവും കുറഞ്ഞത് 7 തരംതിരിക്കാം. രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളായ ആൻറ്റിബോഡികൾ, മാംസപേശികളുടെ സങ്കോചത്തിനും ചലനത്തിനും സഹായിക്കുന്ന പ്രോട്ടീനുകൾ, ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുന്ന പ്രോട്ടീനുകളായ രാസത്വരകങ്ങൾ അഥവാ എൻസൈമുകൾ, നമ്മുടെ മുടിയും നഖവും നിർമ്മിച്ചിരിക്കുന്ന പ്രധാന പ്രോട്ടീനുകളായ നിർമ്മാണ പ്രോട്ടീനുകൾ, അമിനോ ആസിഡുകളെയും ലോഹങ്ങളെയും സംഭരിച്ചു വയ്ക്കുന്ന സംഭരണ പ്രോട്ടീനുകൾ, തന്മാത്രകളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹക പ്രോട്ടീനുകൾ എന്നിവയാണ് ഈ 7 തരം പ്രോട്ടീനുകൾ. ഇവയ്ക്ക് പുറമെ ജീവികൾ ഉണ്ടാക്കുന്ന വിഷവും പ്രോട്ടീനുകളാണ്. ഉദാഹരണത്തിന് പാമ്പുകളുടെ വിഷം. മത്സ്യം, മാംസം, പാൽ, മുട്ട എന്നിവയാണ് പ്രോട്ടീനുകൾ അടങ്ങിയ പ്രധാന മാംസാഹാരങ്ങൾ. സസ്യാഹാരികളുടെ പ്രധാന പ്രോട്ടീൻ സ്രോതസ്സ് വിവിധ ഇനം പയറുകളാണ്. ചെറുപയർ, വൻപയർ, കടല, തുവരപ്പരിപ്പ് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. പ്രായത്തിനും ലിംഗഭേദം അനുസരിച്ചും ഒരു ദിവസം കഴിക്കേണ്ട പ്രോട്ടീനുകളുടെ അളവിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം 10 മുതൽ 12 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ദിവസം 35 ഗ്രാം പ്രോട്ടീനാണ് ആവശ്യം. 13 മുതൽ 15 വയസ്സുള്ള ആൺകുട്ടികൾക്ക് 45 ഗ്രാം പ്രോട്ടീൻ ആവശ്യമുള്ളപ്പോൾ പെൺകുട്ടികൾക്ക് അത് 40 ഗ്രാം മതിയാവും. പുരുഷന്മാർക്ക് 60 ഗ്രാം വേണമെങ്കിൽ സ്ത്രീകൾക്ക് 55 ഗ്രാം മതി. ഒരു കോശത്തിൽ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് പ്രോട്ടീനുകളുണ്ട്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീനുകൾ അതേപടി ഉപയോഗിക്കുകയല്ല കോശങ്ങൾ ചെയ്യുന്നത്. ആഹാരത്തിൽ അടങ്ങിയ പ്രോട്ടീനുകൾ ദഹനരസങ്ങളുടെ പ്രവർത്തനം മൂലം ഘടകങ്ങളായി വിഘടിക്കപ്പെടും. ഈ ഘടകങ്ങളെ അമിനോ ആസിഡുകൾ എന്നാണ് പറയുന്നത്. ഈ അമിനോ ആസിഡുകളാണ് കുടലിൽ നിന്നും ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. അമിനോ ആസിഡുകൾ ഉപയോഗിച്ച് ജീനുകളുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ പ്രോട്ടീനുകൾ നിർമ്മിക്കാനുള്ള കഴിവ് കോശങ്ങൾക്കുണ്ട്. ആഹാരത്തിലെ പ്രോട്ടീനുകളുടെ കുറവ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ദുർബലമായ പേശികൾ, കാലുകളിൽ വീക്കം, മുടികൊഴിച്ചിൽ, മുറിവുകൾ എളുപ്പം കരിയാതിരിക്കുക എന്നിവ ചില ലക്ഷണങ്ങളാണ്. പ്രോട്ടീനിൻ്റെ കുറവ് ദീർഘകാലം തുടരുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന ഗുരുതരമായ ഒരു രോഗമാണ് കോഷിയോർക്ക്. ഉന്തിയ വയർ, കാൽപാദങ്ങളിൽ വീക്കം, മുടികൊഴിച്ചിൽ, പല്ലുകൊഴിച്ചിൽ, ത്വക്കിലെ നിറവ്യത്യാസം, കൊഴുപ്പ് നിറഞ്ഞ കരൾ, മറ്റവയവങ്ങളിലെ തകരാറുകൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. സമീകൃത ആഹാരത്തിൽ ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമാണ് പ്രോട്ടീനുകൾ. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രോട്ടീനുകൾക്ക് സുപ്രധാനമായ പങ്കുണ്ട്.